ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മലബാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. നമ്മുടെ കണ്ണൂരൊക്കെ കല്യാണ വീട്ടിലൊക്കെ എവിടെ കല്യാണത്തിന് പോയാലും അവിടെ ബിരിയാണിക്ക് മുന്നേ സേവ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അൽസയുടെ റെസിപ്പിയാണ്. കണ്ണൂർ ഇതിന് അൽസ എന്നാ പറയല്, അല്ലാത്തവർ അലീസ എന്നും പറയുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് ഓവർനൈറ്റ് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട് നമ്മളിത് കുക്കറിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് ഈ കുക്കറിലോട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പിന് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു ചെറിയ സവാള ആണെങ്കിൽ അത് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി വലുതാണെങ്കിൽ ഒരു സവാളയുടെ പകുതി മതി. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇതുപോലെ ഒരു ചെറിയ പീസ് പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പു. വലുതാണെങ്കിൽ 2-3 ഒക്കെ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായി. ഈ സ്പൈസസ് ഒന്നും കൂടി പോവരുത്, അപ്പോൾ അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനിവിടെ ഇതുപോലെ 2 പീസ് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അലീസ ചിക്കൻ ഇട്ടിട്ടും മട്ടൺ ഇട്ടിട്ടും ചെയ്തെടുക്കാറുണ്ട്. മട്ടൺ ഇട്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ 2 പീസ് ചിക്കനാണ് ഇട്ടിട്ടുള്ളത്. ഈ മട്ടനും ചിക്കനും ഒന്നും ഇല്ലാതെ തന്നെ അൽസ റെഡിയാക്കി എടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 പീസ് ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ചേർത്ത് കൊടുക്കുക. നല്ല എല്ലും നെയ്യൊക്കെ ഉള്ള പീസ് തന്നെ ചേർത്ത് കൊടുക്കുക. വലിയ പീസ് തന്നെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പൈസസും പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള ആ ചിക്കൻ്റെ പീസും ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ സ്പൈസസ് ഇനി നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ചിക്കൻ നമുക്ക് എല്ലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഒന്ന് പിച്ചിട്ടെടുക്കാം. ഇതൊക്കെ എടുത്ത് മാറ്റിയ ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരച്ച് പേസ്റ്റ് ആവുന്നത് പോലെ അരച്ചെടുക്കാൻ പാടില്ല. ചെറിയൊരു തരിതരിപ്പോടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇത് സേവ് ചെയ്യുന്ന സമയത്ത് പൊരിച്ച ഉള്ളിയും കൂടി വെച്ചിട്ടാണ്, നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് ഇത് ഒന്ന് സേവ് ചെയ്യല്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഓയിലോ നെയ്യോ യൂസ് ചെയ്യുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോടെ തന്നെ ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പേസ്റ്റ് ആകുന്ന രീതിയിൽ അരച്ചെടുക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് പാലാണ്. ഞാനിവിടെ പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാനിവിടെ 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ പാലെടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഈ 2 കപ്പ് പാല് ഒരുമിച്ച് ഒഴിക്കണമെന്നില്ല. അപ്പം ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ട് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാള ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ചേർക്കുന്നില്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ചിക്കനും സവാളയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലൊഴിച്ച് ലൂസാക്കാം. ഓവർ ടൈറ്റ് ആവരുത്, എന്നാൽ ഒത്തിരി ലൂസ് ആവാത്ത രീതി, ഈ ഒരു രീതിക്കാണ് സാധാരണ അൽസ ഉണ്ടാവാറ്. നമുക്ക് കുറച്ചുകൂടി ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഞാൻ എന്തായാലും ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ്.
അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമുക്ക് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽസ റെഡിയാക്കി എടുക്കാനായിട്ട്. സേവ് ചെയ്യുന്ന കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടുള്ള ഉള്ളിയും കുറച്ച് പഞ്ചസാരയൊക്കെ വിതറിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര ഇല്ലാതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.